ഹായ്, നമുക്കിന്ന് ഇഞ്ചി കൃഷിയെ കുറിച്ച് പഠിച്ചാലോ. ഇഞ്ചിയുടെ നടീൽ കാലമാണ്. നമ്മൾ 10-ാമതേത്തിനാണ് സാധാരണ ഇഞ്ചി നടുക എന്ന് പറയുമ്പോൾ. പക്ഷേ നമുക്ക് കറി ഇഞ്ചിക്ക് വേണമെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടു കൂടിയൊക്കെ നമുക്ക് നട്ടു തുടങ്ങാം. ഇഞ്ചി എന്ന് പറയുമ്പം ഇഞ്ചി വിഭാഗത്തിൽപ്പെടുന്ന കുറേ എണ്ണമുണ്ട്. ഇഞ്ചി, കസ്തൂരി മഞ്ഞൾ, മാങ്ങ ഇഞ്ചി, നമ്മുടെ മഞ്ഞൾ, ഇതെല്ലാം ഇത് ഈ 5 എണ്ണവും ഇഞ്ചി വർഗത്തിൽപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ഇഞ്ചി വർഗ്ഗങ്ങളുടെയൊക്കെ കൃഷി ഏകദേശം ഒരുപോലെയാണ്. ഇത് 5 എണ്ണവും ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പഠിച്ചാൽ തന്നെ ഈ 5 എണ്ണവും കൃഷി ചെയ്യാവുന്നതാണ്. നമ്മൾ ഇഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന പോലെ ഇഞ്ചി ചേരാത്ത ഒരു കറിയും നമ്മൾ മലയാളി ഉണ്ടാക്കാറില്ല. നമ്മൾ മത്സ്യം കറി വെച്ചാലും ഇറച്ചി കറി വെച്ചാലും എന്തെങ്കിലും പച്ചക്കറി കറി വെച്ചാൽ പോലും അതിനകത്ത് ഇഞ്ചിയുടെ ഒരു ചേരുവയുണ്ട്. ദഹനത്തെ സഹായിക്കുന്ന ഒരു ഔഷധം എന്ന നിലയ്ക്കാണ് നമ്മളിപ്പം വയർ കമ്പനമൊക്കെ ഉണ്ടാകുമ്പോൾ ഇഞ്ചി നീരൊക്കെ കുടിക്കും. അങ്ങനെയൊക്കെ ഗ്രഹവൈദ്യത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഈ ഇഞ്ചിയിലെ ഉള്ള ഔഷധം ഒലിയോറൈസിൻ എന്ന് പറയുന്ന ഒരു ഔഷധമാണ് ഇഞ്ചിയിലുള്ളത്. അത് വളരെ പ്രാധാന്യമുള്ള പല നമ്മുടെ ആധുനിക മരുന്നുകളിലും ചേർക്കുന്ന ഒരു ഔഷധം തന്നെയാണ് ഇഞ്ചിയിലെ ഒലിയോറൈസിൻ. അതുപോലെ ഇതിൻ്റെ കുക്കുർമിൻ എന്ന് പറയുന്ന വസ്തുവും വലിയൊരു ഔഷധമാണ്. എന്തായാലും ഇഞ്ചി നമുക്ക് മലയാളിയെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളൊരു കൃഷിയാണ്. ഇഞ്ചി നമുക്ക് കൃഷി ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട്. പറമ്പിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം. പറമ്പിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല മണ്ണായിരിക്കണം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നന്നായിട്ടുണ്ടാകും. തണലാണെങ്കിലും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമുക്ക് നല്ല ഉലർച്ചയുള്ള മണ്ണ് നന്നായി കിളച്ചൊരുക്കി തയ്യാറാക്കിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പുളി കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണെല്ലാം അമ്ല മണ്ണാണ്, ആസിഡ് മണ്ണാണ്. ആസിഡ് മണ്ണിനകത്ത് നമ്മൾ എന്ത് വളം കൊടുത്താലും ഈ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. ആസിഡിനകത്ത് കൈ പൊള്ളി പോകുമെന്ന് പറഞ്ഞാൽ ആസിഡ് മണ്ണിനകത്തിൽ സസ്യങ്ങളുടെ വേര് ഇറങ്ങിയാൽ ഒന്നി മുരടിച്ചു പോകും, അല്ലെങ്കിൽ ദ്രവിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഏത് വിളയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുമ്മായ പ്രയോഗം എന്ന് പറയുന്നത്. കുമ്മായ വസ്തുക്കളാണ്. കുമ്മായം, നീറ്റുകക്ക, ഡോളമൈറ്റ്, ഇതൊക്കെയാണ് കുമ്മായ വസ്തുക്കൾ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഒരു സെന്റിന് ഇത്ര കിലോ എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിന്റെ അമ്ലത എത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പൊതുവെ കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ശുപാർശ എന്ന് പറഞ്ഞാൽ 1 സെന്റിന് 2 കിലോ ആണ് ഈ കുമ്മായ വസ്തുക്കൾ. 1 സെന്റിന് 2 കിലോ എന്ന രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഏത് കൃഷി ചെയ്യാനാണെങ്കിൽ പോലും ഈ കിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത് കൂടി ഈ 2 കിലോ കുമ്മായ വസ്തുക്കൾ ചേർത്ത് നനച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വാരം എടുക്കാവൂ. വാരം എടുക്കുമ്പോഴാണ് നമ്മൾ അടിവളം ചേർക്കേണ്ടത്. ഇഞ്ചി ആണെങ്കിലും മഞ്ഞളാണെങ്കിലും കൂവയാണെങ്കിലും മാങ്ങ ഇഞ്ചി ആണെങ്കിലും ഇത് നടുമ്പോൾ അടിവളമായിട്ട് ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് ആണ് നമ്മൾ അടിവളമായിട്ട് ചേർക്കേണ്ടത്. ട്രൈക്കോഡെർമ കമ്പോസ്റ്റിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു വീഡിയോ ഇതിൽ തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ ഈ മഞ്ഞളിലും ഇഞ്ചിക്കും കസ്തൂരി മഞ്ഞളിലും ഒക്കെ വരുന്ന കുമിൾ രോഗങ്ങളെയും തടയാൻ കഴിയുമെന്നുള്ളതാണ്. ഇതൊരു വളം മാത്രമല്ല, ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് വളം മാത്രമല്ല, ഒരു കുമിൾനാശിനി, കീടനാശിനിയും കൂടിയാണ്. ഏറ്റവും നല്ലത് ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് തന്നെ ഉണ്ടാക്കി ഈ വാരത്തിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, പതിവായിട്ട് ഈ വാട്ടുരോഗം വരുന്ന ഇഞ്ചിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് വാട്ടുരോഗം, ബാക്ടീരിയ രോഗം. ബാക്ടീരിയ രോഗം ഉള്ള മണ്ണാണെങ്കിൽ, പതിവായിട്ട് ഇഞ്ചി ഇങ്ങനെ ചീഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് കുമ്മായ പ്രയോഗം ഇങ്ങനെയല്ല. 1 സെന്റിന് 3 കിലോ കുമ്മായത്തിൽ 250 ഗ്രാം ബ്ലീച്ചിങ് പൗഡറും കൂടെ ചേർത്ത മിശ്രിതമാണ് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ടത്. നമ്മൾ മണ്ണ് ശരിയാക്കുമ്പോൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് ബ്ലീച്ചിങ് പൗഡർ 250 ഗ്രാം, 3 കിലോ, 1 സെന്റിന്റെ കണക്കാണ് പറഞ്ഞത്, 3 കിലോ നമ്മുടെ കുമ്മായ വസ്തുക്കൾ, ഡോളമൈറ്റ് ആണെങ്കിലും നീറ്റുകയൊക്കെ ആണെങ്കിലും കുമ്മായമാണെങ്കിലും അതിൻ്റെ കൂടെ ബ്ലീച്ചിങ് പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കുമിൾ രോഗം വരില്ല. കുമിൾ രോഗമാണ് ഈ ഇഞ്ചിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മഞ്ഞളിനെ സംബന്ധിച്ച്, കസ്തൂരി മഞ്ഞളിനെ സംബന്ധിച്ച്, കൂവയ്ക്ക് അങ്ങനെ കാര്യമായ രോഗങ്ങൾ വരാറില്ല. എങ്കിൽ പോലും ഇതെല്ലാം ഒരു വിഭാഗത്തിൽപ്പെടുന്നതുകൊണ്ട് വരുന്ന രോഗങ്ങളെല്ലാം ഒന്നായിരിക്കും. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതോടൊപ്പം തന്നെ ട്രൈക്കോഡെർമ കമ്പോസ്റ്റ് അടിവളമായിട്ടിടുക. ഇഞ്ചിയുടെ മേൽത്തരം ഇനങ്ങൾ പലതുണ്ട്.
ഇഞ്ചിക്ക് നമ്മുടെ വരത എന്ന് പറയുന്ന ഒരു മഞ്ഞളുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വരതയുടെ മഞ്ഞളാണ്. ഇതിൻ്റെ വിത്ത് ഒരു 15 ഗ്രാം. ഇപ്പം ഈ ഇരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 3 എണ്ണത്തിന് 3 കഷ്ണം, ഏകദേശം ഇത്രയും വരും, ഒരു 15 കിലോ. ഇതാണ് നമുക്ക് ഒരു കണ്ണെങ്കിലും ഉള്ളതായിരിക്കണം, പ്രത്യേകം നമ്മൾ അതിൻ്റെ ഒരു മുളയെങ്കിലും ഉള്ളതായിരിക്കണം. അപ്പോൾ ആ ഒരു മുളയെങ്കിലുമുള്ള ഒരു ഇഞ്ചി വിത്തായിരിക്കണം നമ്മൾ. ഇതിപ്പോൾ 15 ഗ്രാമിൽ കൂടുതലുണ്ട്. ഏകദേശം 15 ഗ്രാമുള്ള ഒരു ഇഞ്ചി വിത്താണ്. മഞ്ഞളും ഇത് തന്നെ 15 ഗ്രാമാണ്. അപ്പോൾ 15 ഗ്രാമുള്ള ഒരു ഇഞ്ചി വിത്ത് എടുത്തിട്ട് നമ്മൾ ഒരു ചാണകലത്തിൽ, ഒരു ചാൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണക്കാക്കുന്നത്, ഒരു ചാണകലത്തിൽ വീതം ഇഞ്ചി വിത്ത് ഇങ്ങനെ നട്ട് പോകാം. അപ്പം അങ്ങനെയാണ് ഇഞ്ചിയുടെ ഇഞ്ചി എന്ന് പറയുമ്പം പ്രതിഭ മാത്രമല്ല ഉള്ളത്, വേറെയും ഉണ്ട്. പിന്നെ നമ്മുടെ പിന്നെ ആതിര, അശ്വതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ മേൽത്തരം ഇനങ്ങളുടെ ഈ പ്രതിഭ പോലെയുള്ള ഇഞ്ചി ഇനങ്ങളുണ്ട്. അതുപോലെ തന്നെ നാടൻ ഇനങ്ങൾ ഒരുപാടുണ്ട്. നാടൻ എന്ന് പറയുമ്പം ഇത്തിരി കൂടെ മെലിഞ്ഞതാണ്, ഔഷധ പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ളതാണ്. പക്ഷേ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പം തൂക്കം കൂടുതൽ കിട്ടാനുമൊക്കെ നമുക്ക് ഈ മേൽത്തരം ഇനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇഞ്ചി നട്ടാൽ ആദ്യത്തെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു 30 ദിവസം ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ വളപ്രയോഗം നടത്തും. മണ്ണടിപ്പിക്കുമ്പോൾ പിന്നെ വേണ്ടത്ര നൈട്രജൻ മണ്ണിലുണ്ടോ, ഫോസ്ഫറസ് മണ്ണിലുണ്ടോ, പൊട്ടാഷ് ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ തന്നെ മണ്ണ് പരിശോധന, എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ശരിയായിട്ട് വളപ്രയോഗം നടത്തേണ്ടത്. അപ്പോൾ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിൽ വേണ്ടത്ര ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ ഫോസ്ഫറസ് വളങ്ങൾ പിന്നെ കൊടുക്കേണ്ടതില്ല. നൈട്രജൻ നമുക്ക് യൂറിയ രൂപത്തിൽ കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ യൂറിയാണ് നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ളത്, യൂറിയ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പൊട്ടാഷായിട്ട്. അപ്പം ആ പൊട്ടാഷ് നമുക്ക് 3 ഗഡുക്കളായിട്ട് മൊത്തം അതിന് ഒരു ഇഞ്ചി കൃഷിക്ക് വേണ്ടുന്ന വളത്തിൻ്റെ 1/3 ആദ്യത്തെ മാസം തന്നെ നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ അടിവളമായിട്ട് നമുക്ക് പൊട്ടാഷ് ഇട്ട് കൊടുക്കാം. ഫോസ്ഫറസ് മണ്ണിൽ കുറവാണെങ്കിൽ അടിവളമായിട്ട് രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ്, എല്ലുപൊടി വേണമെന്നില്ല. അപ്പോൾ രാജ്ഫോസും നിർദ്ദിഷ്ട അളവിൽ രാജ്ഫോസും ഇട്ട് കൊടുത്താൽ അടിവളത്തിൻ്റെ കൂടെ നമ്മൾ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ നമുക്ക് പൊട്ടാഷ്യം മൊത്തം വേണ്ടുന്ന 1/3 വേണ്ടുന്ന പൊട്ടാഷിൻ്റെ 1/3 ആദ്യം അടിവളമായിട്ട് കൊടുക്കാം. അതുപോലെ രാജ്ഫോസ് ഫുള്ളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 30-ാം ദിവസം ആദ്യത്തെ വളപ്രയോഗത്തിൽ വേണമെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കാം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഫോസ്ഫറസ് കൊടുക്കാം. നൈട്രജൻ നമ്മൾ 1-ാം വളപ്രയോഗത്തിൽ 1-ാം മാസത്തിലും 2-ാം മാസത്തിലും വേണമെങ്കിൽ 3-ാം മാസം 3 തവണയായിട്ട് നമുക്ക് ഇഞ്ചിക്ക് വളം കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പൊട്ടാഷിൻ്റെ അളവ് കുറയ്ക്കാൻ പാടില്ല. പൊട്ടാഷ് നല്ല രീതിയിലുണ്ടായാലേ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പൊതുവെ കേരളത്തിലെ മണ്ണിലൊക്കെ ഫോസ്ഫറസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടെന്ന് തന്നെയാണ് മണ്ണ് പരിശോധനയുടെ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലുപൊടിയോ രാജ്ഫോസോ അതല്ലെങ്കിൽ പിന്നെ മസൂറി ഫോസോ ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. നമുക്ക് യൂറിയയും പൊട്ടാഷ്യം മാത്രം മതി. പിന്നെ അത് കൂടാതെ സൂക്ഷ്മമൂലകങ്ങൾ കാര്യമായിട്ട് വേണം. സൂക്ഷ്മമൂലക വളങ്ങളുടെ കൂട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള സൂക്ഷ്മമൂലക വളം കൂടി ചെയ്തു കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഈ വളപ്രയോഗം പൂർത്തീകരിക്കാം. പിന്നെ ഇതിന് വരുന്ന രോഗങ്ങളും കീടങ്ങളും, അപ്പോൾ അടിവളമായിട്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന് വരുന്ന അഴുകൽ രോഗം, വാട്ടർ രോഗം, ഓലകരിച്ചിൽ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒരു മാസത്തിൽ 2 തവണ വീതം വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുത്താൽ, ഈ തടം നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ പറയുന്ന എല്ലാത്തരം ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഇതിനെല്ലാത്തിനും ഏറ്റവും നല്ലൊരു കുമിൾ രോഗങ്ങളെ ചെറുക്കാനുള്ള ഒരു പ്രതിവിധിയാണ് സ്യൂഡോമോണാസിൻ്റെ പ്രയോഗം. അതേപോലെ തന്നെ ട്രൈക്കോഡർമയും വേണമെങ്കിൽ മാറി സ്യൂഡോമോണസും ട്രൈക്കോഡർമയും മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ യാതൊരു രോഗങ്ങളും വരാതിരിക്കും. പിന്നെ ഈ ചീയൽ രോഗം വീണ്ടും കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായത്തിൻ്റെ കൂടെ ബ്ലീച്ചിങ് പൗഡറും കൂടെ ചേർത്ത്, അപ്പോൾ ഒരു കിലോ കുമ്മായം എടുത്താൽ ഒരു 80 ഗ്രാമോളം ബ്ലീച്ചിങ് പൗഡർ ആ കണക്കിൽ എടുത്തിട്ട് ആ ചീയൽ രോഗം കാണുന്ന ഭാഗത്ത് മാത്രം വിതറിയിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ ആ ചീയൽ രോഗം കാണുന്ന ഭാഗത്തെ അത്രയും സാധനം പറിച്ചു മാറ്റിയിട്ട് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അങ്ങോട്ട് പടർന്നു പിടിക്കത്തില്ല, മറ്റുള്ളതിന് പടർന്നു പിടിക്കത്തില്ല. മൊത്തത്തിൽ വേണമെങ്കിൽ ഒന്ന് വിതറിയും കൊടുക്കാം. വിതറി ഒന്ന് നനച്ചു കൊടുത്താൽ
ഈ ബാക്ടീരിയ രോഗത്തെ കൺട്രോൾ ചെയ്യാം. കൂടാതെ മറ്റെല്ലാ രോഗങ്ങളെയും തടയാൻ വേണ്ടി സ്യൂഡോമോണാസും പിന്നെ അതുപോലെ ട്രൈക്കോഡർമയും മാറി മാറി ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന പുഴുക്കളാണ്. ഈ പിന്നെ തുരപ്പൻ പുഴു, പലതരത്തിലുള്ള പുഴുക്കളുണ്ട്, എല്ലാം തിന്നുന്ന പുഴുക്കളുണ്ട്. അതിനെല്ലാം പ്രതിവിധിയായിട്ട് നമ്മുടെ ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞ മിത്ര കുമിൾ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. അതും ഈ പറഞ്ഞ പോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ, തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാം. കൂടാതെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ ഉപയോഗിക്കാം. 20 മില്ലി വേപ്പെണ്ണ 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അത് സോപ്പ് കലക്കിയിട്ട് അതിനകത്ത് വേപ്പെണ്ണ ഒഴിക്കണം. 20 ഗ്രാം വെളുത്തുള്ളി ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ പിന്നെ മിക്സിയിലടിച്ച് അരിച്ച് ആ നീര് രണ്ടും കൂടെ ചേർത്തുണ്ടാക്കുന്ന വെളുത്തുള്ളി വേപ്പെണ്ണ എമൽഷൻ. ഈ സാധനം സ്പ്രേ ചെയ്ത് കൊടുത്താലും ഒരുവിധം പുഴുക്കളെ പിന്നെ ഈ ഇലതീനി പുഴുക്കളെയൊക്കെ നശിപ്പിച്ച് കളയാൻ കഴിയും. കീടനിയന്ത്രണത്തിന് ഇത് മതി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ജൈവ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി കൃഷി ചെയ്യാം. പിന്നെ വേണ്ടി വന്നാൽ മരുന്ന് വേണ്ടി വന്നാൽ ഒരു കൃഷി വിദഗ്ധൻ്റെ സഹായത്തോടുകൂടി കൃത്യമായ കീടനാശിനി ഏതാണ്, വീര്യം കുറഞ്ഞ കീടനാശിനികളൊക്കെ ഉണ്ട്, അത് മാത്രം പ്രയോഗിക്കുക. അങ്ങനെ നമുക്ക് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൃഷി ചെയ്യാം.